ഹായ് ഹലോ എല്ലാവർക്കും ടെക്ലെയറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്രേസി ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അതായത് എൻ്റെ ഫോണിൽ ഇപ്പോൾ മാക്രോ ലെൻസ് വരുന്നുണ്ട്, വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്, മെയിൻ ക്യാമറ, പിന്നെ ഒരു ഡെപ്ത് സെൻസർ. ഇത്രയും 4 ക്യാമറാസാണ് എൻ്റെ ഫോണിൽ വരുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെളിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഫിഷ് ഐ ലെൻസ് മേടിച്ചിട്ടുണ്ട്, വൈഡ് ആംഗിൾ ലെൻസ് മേടിച്ചിട്ടുണ്ട്, അതുപോലെ മാക്രോ ലെൻസ് വെളിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കാൻ പോകുന്നത്, അതായത് വൈഡ് ആംഗിൾ പ്ലസ് വൈഡ് ആംഗിൾ ഈസ് ഈക്വൽ ടു നമുക്ക് എക്സ്ട്രാ ആയിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ എന്നും, മാക്രോ പ്ലസ് മാക്രോ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടോ എന്നും നമ്മൾ ഈ വീഡിയോ ചെക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ക്രേസി ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് 2 മാസം ആകുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ മെയിൻ ക്യാമറയിലോട്ട് ഈ വൈഡ് ആംഗിൾ ലെൻസ്, അതായത് പുറത്തുനിന്ന് മേടിച്ച ലെൻസ് ഇട്ട് നോക്കാം. അപ്പം ഇതിനകത്ത് മെയിൻ ക്യാമറ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും സൈസ് കൂടിയ സെൻസറുള്ള ക്യാമറയാണ് മെയിൻ ക്യാമറ. അപ്പം എൻ്റെ 3 ക്യാമറ അടുപ്പിച്ച് തന്നിട്ടുണ്ട്. എൻ്റെ നടുക്കുള്ള ക്യാമറയാണ് മെയിൻ ക്യാമറ. അപ്പം അതിലിട്ടിട്ട് എങ്ങനെ നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ആദ്യം. ഓക്കെ, വൈഡ് ആംഗിൾ ലെൻസ് ഇപ്പം ഇട്ടിട്ടുണ്ട്. വൈഡ് ആംഗിൾ ലെൻസ് ഇട്ടേക്കുന്ന മാക്രോയുടെ മുകളിൽ 0.67x വൈഡ് എന്ന് പറഞ്ഞ ഒരു ലെൻസും കൂടി ആഡ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അപ്പം മെയിൻ ക്യാമറ ഇട്ട സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എവിടേക്കും ഒരു ഫിഷയുടെ ടച്ച് വരുന്ന പോലെയുണ്ട്. പിന്നെ ആ ലെൻസിൻ്റെ എഡ്ജ് വരുന്ന ബ്ലാക്ക് കളർ ഇങ്ങോട്ട് ഷെയ്ഡ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വൈഡ് ആംഗിൾ ലെൻസ് നമ്മുടെ ഫോണിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ് ഇട്ട് നോക്കാം. ഫസ്റ്റ് അതിനായിട്ട് വൈഡ് ആംഗിൾ ലെൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. വൈഡ് ആംഗിൾ ലെൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മുടെ ഫോണിൽ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് വൈഡ് ആംഗിൾ സെറ്റ് ചെയ്യുക. വൈഡ് ആംഗിൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ ക്യാമറയായിട്ട് ഇങ്ങനെ കൈ വെച്ച് പൊത്തി പിടിച്ച് നോക്കുക. അപ്പം ഏത് ക്യാമറയിൽ തൊടുമ്പോഴാണ് സ്ക്രീൻ ഫുള്ളും ബ്ലാക്ക് ആകുന്നത്, അപ്പോൾ അതാണ് വൈഡ് ആംഗിൾ ക്യാമറ. അപ്പം എൻ്റെ ഏറ്റവും മുകളിൽ കിടക്കുന്നതാണ് വൈഡ് ആംഗിൾ ക്യാമറ. അപ്പം അതിലോട്ട് ഞാൻ ഈ ലെൻസ് ഇടുവാണ്. ഓക്കെ, ഇപ്പോൾ വൈഡ് ആംഗിൾ ക്യാമറ ഇട്ട സമയത്ത് എന്നാ പറ്റിയെന്ന് വെച്ചാൽ ഫോണിൽ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന വൈഡ് ആംഗിളും കാണുന്നുണ്ട്, നമ്മുടെ കുറേ ഷെയ്ഡ് വരുന്നുണ്ട്. അതായത് ഒരു റൗണ്ട് കളറി ബ്ലാക്ക് ഷെയ്ഡ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറയ്ക്കകത്ത് ഇട്ടേക്കുന്ന ലെൻസിൻ്റെയാണ്. അപ്പോൾ ഈ ലെൻസിൻ്റെ അകത്ത് ബ്ലാക്ക് കളറുണ്ട്, അതാ കയറി വന്നേക്കുന്നത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓൾറെഡി വൈഡ് ആംഗിളാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ മെയിൻ ക്യാമറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ലെൻസാണ് ഈ എക്സ്റ്റേണൽ ലെൻസ്. അപ്പം ഈ ഒരു എക്സ്റ്റേണൽ ലെൻസിൻ്റെ അകത്ത് റേഡിയസ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ മെയിൻ ക്യാമറയായിട്ട് ബന്ധപ്പെട്ട. പക്ഷേ ഈ ഒരു വൈഡ് ആംഗിൾ ക്യാമറയിലൂടെ നമ്മൾ വരുന്ന സമയത്ത് ഇതിൻ്റെ റേഡിയസ് മാറുക, അതായത് ഇതിൻ്റെ വ്യൂവിങ് ആംഗിൾ തന്നെ മാറിപ്പോവുകയാണ് വൈഡ് ആംഗിളിലോട്ട് വരുമ്പം. അപ്പം നമ്മുടെ ഈ എക്സ്റ്റേണലായിട്ട് മേടിച്ച വൈഡ് ആംഗിൾ ലെൻസ് നമ്മുടെ ഫോണിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ് ഇടുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു റേഡിയസ് ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് കൂടുതൽ ഏരിയ വൈഡ് ആംഗിൾ ലെൻസിൽ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്റ്റേണൽ ലെൻസിൻ്റെ അകത്തുള്ള കുറേ ഭാഗവും ഇത് കവർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് വൈഡ് ആംഗിൾ ലെൻസ് ഇടുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒന്നും കിട്ടത്തില്ല, കുറേ ബ്ലാക്ക് ഷെയ്ഡ് കയറി വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് എൻ്റെ ഫോണിൻ്റെ മെയിൻ ക്യാമറയിലോട്ട് ഞാൻ മാക്രോ ലെൻസ് ഇട്ട് നോക്കാൻ പോവാണ്. ഇത് ഒരു 300 രൂപ താഴെ ബഡ്ജറ്റിൽ വരുന്ന നമ്മുടെ ലെൻസുകളാണ്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി മാക്രോ ഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ട്രൈ ചെയ്യാൻ പോകുന്ന മാക്രോ ലെൻസിൻ്റെ അകത്ത്, അതായത് നമ്മുടെ ഫോണിൽ വരുന്ന മാക്രോ ക്യാമറയ്ക്കകത്ത് ഈ ഒരു മാക്രോ ലെൻസ് ഇട്ട് നോക്കിയാൽ എന്താ പറ്റുമെന്നാണ്. ഓക്കെ, എൻ്റെ ഫോണിൻ്റെ മാക്രോ ലെൻസ് ഇപ്പം ഈ ഒരു മാക്രോ എക്സ്റ്റേണൽ ലെൻസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വെച്ച് ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, വളരെ നല്ല റിസൾട്ടാണ് ഇതിലൂടെ കിട്ടുന്നത്. നേരത്തെ എടുത്ത മാക്രോനെക്കാട്ടിലും കുറച്ചും കൂടി നമുക്ക് അടുപ്പിച്ച് വെച്ച് ഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ലൈറ്റിൻ്റെ ഒരു ചെറിയ വിഷയം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ ഫോൺ ഇത്രയും അടുപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു ആബ്സെൻസ് വരുന്നുണ്ട്. അത് മാത്രമേ കുറച്ച് ഇഷ്യൂ ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ വേറെ സൈഡ് നോക്കുവാണെങ്കിൽ എക്സ്ട്രീം ലെവലായിട്ട് നമുക്ക് സൂം ചെയ്ത്, അതായത് മാക്രോ ഷോട്ട് ചെറിയൊരു ഷോട്ട് വരെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം മാക്രോ പ്ലസ് മാക്രോ ഈക്വൽ ടു നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവസാനമായിട്ട് ഇനി വരുന്നത് ഫിഷ് ഐ ലെൻസാണ്. അത് ഞാൻ എൻ്റെ ഫോണിൻ്റെ മെയിൻ ക്യാമറയിൽ ഇട്ട് കാണിക്കാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് എടുക്കാം. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾ തേടി വന്ന ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.